പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ, മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നേ ദിവസം നമ്മൾ കണ്ടുമുട്ടുന്നത് ആലപ്പുഴ രൂപതയിലെ എഴുപുന്നത്തെക്ക് എന്ന സ്ഥലത്തുള്ള കരുമാഞ്ചേരി എന്ന് പറയുന്ന ചെറിയ ഗ്രാമം, അവിടെയുള്ള സെയിൻറ്റ് ആൻ്റണീസ് ഇടവകയിലെ പീറ്റർ കോളീസ് കാര്യകൂടത്തിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ആ ഭവനത്തിലേക്ക് പോകാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ പീറ്റർ, ഞങ്ങൾ ഗുഡ്നസ് ടി വിയിൽ നിന്നും വരുന്നവരാണ്. ഗുഡ്നസ് ടി വിയിലെ മനസ്സ് നിറഞ്ഞെന്നൊരു പ്രോഗ്രാം കാണാറുണ്ടല്ലോ? തീർച്ചയായും കാണാറുണ്ട്. ആ പ്രോഗ്രാമിലേക്കാണ് ഇദ്ദേഹത്തെ ഇപ്രാവശ്യം ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ ശ്രമിക്കുന്ന ജനങ്ങൾക്ക് അതൊരു അനുഗ്രഹപ്രദമാകട്ടെ. ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, ഒന്ന് പരിചയപ്പെടുത്താമോ? ചെറുപ്പകാലം മുതലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ്. എൻ്റെ പേര് കോളിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. പീറ്റർ കോളിൻസ് എന്നാണ് എൻ്റെ പേര്. അപ്പം ആലുവ മുകളിലുള്ള ഒരു കുടുംബമാണിത്. എൻ്റെ അപ്പച്ചൻ 9 വർഷം മുമ്പ് മരിച്ചുപോയി. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തത്. വില്ലേജ് ഓഫീസറായിട്ട് റിട്ടയർഡ് ആവുകയായിരുന്നു. അമ്മച്ചി വിശ്വാസ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് എപ്പോഴും ആത്മീയ പിന്തുണയും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അമ്മച്ചി എൻ്റെ കൂടെയുണ്ട്. അമ്മച്ചിയാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. എനിക്കൊരു സഹോദരനുണ്ട്. ചേട്ടൻ്റെ പേര് മൈക്കിൾ എന്നാണ്. മൈക്കിൾ കോളിൻസ് എന്ന് ഫുൾ നെയിം. ചേട്ടൻ്റെ ഒരു 25 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഇപ്പോൾ നാട്ടിൽ സെറ്റിൽഡ് ആയിരിക്കുകയാണ്. നല്ല പ്രേക്ഷകനും അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവനും ആർട്ടിസ്റ്റും ഒക്കെ ആയ ഇദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ബാല്യകാലം നല്ലൊരു ദൈവാനുഗ്രഹം നിറഞ്ഞൊരു ബാല്യകാലമായിരുന്നു. ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങൾ ഇവിടെ ഒരു ഗവൺമെൻറ് LPSലായിരുന്നു സ്കൂൾ കാലഘട്ടം ആരംഭിച്ചത്. പിന്നീട് ഇവിടെ അടുത്തുള്ള സെൻറ്റ് റാഫേൽസ് ഹൈസ്കൂളിൽ നിന്ന് കോൺവെൻറ്റ് സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അതൊരു കോൺവെൻറ്റ് സ്കൂളിൻ്റെ അന്തരീക്ഷമായത് തന്നെ നമ്മളൊരു ക്രിസ്തീയ പശ്ചാത്തലം നിലനിർത്തുവാനും ഒരു വിശ്വാസം സംരക്ഷിച്ചുള്ള ഒരു പഠനകാലമായിരുന്നു അന്നുണ്ടായിരുന്നത്. സ്കൂളിൽ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും കുർബാനയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഒരു വിശ്വാസ വഴിയിലൂടെയായിരുന്നു. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. അത് എൻ്റെ സ്കൂളിലെ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റോസ്ലിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ആ ഒരു ധ്യാനത്തോടെയാണ് ഒരു ദൈവാനുഭവം എന്താണെന്ന് രുചിച്ചറിയുവാൻ അല്ലെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കുവാനും ഈ ഒരു വിശ്വാസ ജീവിതത്തിലൂടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഒരു നല്ലൊരു മനുഷ്യനായി ജീവിക്കണം എന്നുള്ളതൊക്കെ ഒരു തീരുമാനങ്ങളൊക്കെ വന്ന അങ്ങനെയായിരുന്നു. അതിനുശേഷം +2 ഇവിടെ TD ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. ഡിഗ്രി സെൻറ്റ് മൈക്കിൾസ് കോളേജിലായിരുന്നു. ഡിഗ്രി പഠനകാലങ്ങളിലൊക്കെ യുവജന സംഘടനകൾ IKFലൊക്കെ ഉള്ള സജീവ പ്രവർത്തകനായിരുന്നു. കോളേജ് ക്യാമ്പസുകളിൽ നാടകം, ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള നാടകം, കരോൾ, അങ്ങനെയുള്ള ക്രിസ്മസ് പ്രോഗ്രാമുകളൊക്കെ വളരെ ഭംഗിയായിട്ട് കണ്ടക്ട് ചെയ്യുന്നു. IKFൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിലുള്ള ക്വിസ് കോമ്പറ്റീഷനുകളിലും കലാപ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ ഒരു വളരെ നല്ല കാര്യമാണ്. അതിനുശേഷം ഞാൻ ഒരു IT ഫീൽഡിലോട്ടാണ് മാറിയത്. കലാപ്രവർത്തനങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിലും പ്രോഗ്രാമിംഗ് NIETയിൽ GNIT പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഇത് ചെയ്തു. അത് കഴിഞ്ഞ് സിപ്ലയിൽ ഞാൻ ഒരു പ്രോഗ്രാം മാനേജറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ പല പല മേഖലകളിലോട്ട് മാറുകയുണ്ടായി. അതിനുശേഷം ബോംബെയിൽ വെച്ച് ജേർണലിസം ഡിപ്ലോമ കോഴ്സ് സെൻറ്റ് പോൾസ് കോളേജിൽ നിന്ന് ചെയ്യുകയുണ്ടായി. പിന്നീട് ദീർഘകാലം വിദേശത്തായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. വിദേശത്ത് ഹോളിഡേ ഇൻ എക്സ്പ്രസ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ വിദേശത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്ത് തന്നെ അവിടെ സെൻറ്റ് മേരീസ് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ദുബായിൽ സെൻറ്റ് മേരീസ് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിക്ക് കയറി അവിടെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഒരു യൂത്ത് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു യൂത്ത് മീറ്റ് കാര്യങ്ങളൊക്കെ നടത്തി നല്ല രീതിയിൽ പ്രവർത്തനം നടത്താനായിട്ട് സാധിച്ചു. അതിനുശേഷം 2013 ഞാനൊരു അവധിക്ക് വന്ന സമയത്ത് അപ്പച്ചൻ പെട്ടെന്നൊരു ഹൃദയാഘാതം മൂലം മരിക്കുകയുണ്ടായി. അപ്പോൾ അപ്പച്ചൻ്റെ ദൈവസന്നിധിയിലേക്കുള്ള ആ ഒരു യാത്രയുടെ വേദനയിലേക്ക് നിന്ന് പിന്നെ ഞാൻ ആ ദുബായ് ജീവിതം അവസാനിപ്പിച്ച് പിന്നെ നാട്ടിൽ തന്നെയായി. അങ്ങനെ മാധ്യമപ്രവർത്തന രംഗത്ത് സജീവമാകാൻ സാധിക്കുകയും രൂപതാ പ്രവർത്തനങ്ങൾ, ഇടവക പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുകയാണ്.
വാസ്തവത്തിൽ ആ 8ാം ക്ലാസ്സിലെ ധ്യാനം തന്നെ നമ്മളൊരു ടച്ച് കിട്ടി. അതെ, 8ാം ക്ലാസ്സിലെ ധ്യാനമാണ് നമ്മൾ ആ ഒരു വിശ്വാസ ജീവിതത്തിന് വളരെ കരുത്തായതും വളരെ ഇതായതും. ഇടവകയിലൊക്കെ ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നത്. എന്തൊക്കെയെന്ന് പറയാമോ? ഞങ്ങൾക്കിവിടെ 18 വർഷം, ഇപ്പോൾ 20 വർഷമാകുന്നു. 20 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സെഹിയോൻ ഊട്ടുശാല എന്നൊരു ഊട്ടുശാലയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തകനും കൂടിയാണ് ഞാൻ. അപ്പോൾ ഈ നാട്ടിൽ ഒരു മനുഷ്യനും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടരുത് എന്ന ഒരു ആശയത്തോടെ 1994 ഫാദർ ഷാജി ചുള്ളിക്കൽ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഊട്ടുശാല പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് മുതൽ ഒരു 30ഓളം പേർക്ക് ഡെയിലി ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതിയായിട്ട് തുടങ്ങുകയായിരുന്നു. ഒരു 2019-20 കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡ് മഹാമാരി നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രയാസം നേരിട്ട ആ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ ലോക്ക്ഡൗണൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അകത്തായിപ്പോയി, ജോലി ചെയ്യാനായിട്ട് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പലരും ഈ ഊട്ടുശാലയിൽ ആശ്രയിച്ച് ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടിയാൽ വളരെ നന്നായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഊട്ടുശാലയിലെ പ്രവർത്തനത്തിനുണ്ടായിരുന്നത് ഇത്തിരി പ്രായമുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ആയിരുന്നു. അപ്പോൾ ലോക്ക്ഡൗണിന് അവർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ അന്നത്തെ വികാരിയായിരുന്ന ഫാദർ പോൾ കൊച്ചിക്കാരൻ ഞങ്ങളെയൊക്കെ വിളിച്ച് ഇത് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങൾ ചെറുപ്പക്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ ആ നിർദ്ദേശം ഞങ്ങൾ സ്വീകരിച്ച് അന്ന് ആ ഊട്ടുശാലയുടെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി 300 മുതൽ 500 വരെ പൊതിച്ചോറുകൾ വിതരണം ചെയ്യുന്ന ഒരു പ്രവർത്തനമായിരുന്നു അത്. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമാണ്. ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള ചിലവുകളൊക്കെ വരുന്നത്, പള്ളിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അതിൻ്റെ ഒരു ചിലവ്. അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മളുടെ പിതാവ് ജെയിംസ് ആനവറമ്പൽ പിതാവ് സേവനത്തിന് വേണ്ടി എന്ത് മാർഗത്തിലൂടെയാണെങ്കിലും ഊട്ടുശാല നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ഒരു രൂപതയുടെ കൂടി ആവശ്യമാണ് എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ തന്നതുകൊണ്ട് ആ ഊട്ടുശാല എഴുപുന്നയിലെ ജനങ്ങളുടെ ഇടവകക്കാരുടെ തന്നെ സുമനസ്സുകളുടെ സഹായത്തോടെ വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പോൾ ജനങ്ങൾക്ക് ഒരു കുടുംബത്തിൽ 5 പേർക്കും ഭക്ഷണം 2 നേരം കിട്ടുക എന്ന് പറയുന്നത് അന്നൊരു ഭയങ്കര നല്ല കാര്യമായിരുന്നു. ഇടവക ജനങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതിനുശേഷം വരുന്ന വികാരിയച്ഛന്മാർ ഫാദർ സെബാസ്റ്റ്യൻ അരോജ് ആയിക്കോട്ടെ, പിന്നീട് വന്ന അച്ഛന്മാരും, ഇപ്പോൾ ഞങ്ങളുടെ നിലവിലുള്ള വികാരി ഫാദർ രാജു കളത്തിലച്ഛൻ, ഇവരൊക്കെ വളരെ ഈ ഊട്ടുശാലയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിൽ വളരെയേറെ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക ചിലവുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഇടവക ജനങ്ങൾ തന്നെ അവരുടെ ഭവനത്തിൽ നടക്കുന്ന ഓരോ ജന്മദിനങ്ങൾ, ഓരോ എന്തെങ്കിലും നല്ല പ്രോഗ്രാമൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഊട്ടുശാലയ്ക്ക് ഒരു ചാക്കരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുകയോ ഒക്കെ തന്നു കൊണ്ടുപോകുന്ന കാരണം അത് നന്നായിട്ട് പോകുന്നു. ഇടവക ജനങ്ങൾ മാത്രമല്ല, മറ്റുള്ള ഇടവകയിലുള്ള ആൾക്കാരും അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാർ അവരൊക്കെയാണ് ഇതിന് സഹായത്തിനൊക്കെ ഉണ്ട്. വിദേശത്ത് ജോലിയിലായിരിക്കുന്ന കുറേയേറെ ആൾക്കാർ സമയാസമയങ്ങളിൽ നല്ല സഹായങ്ങൾ നൽകുന്നു. ഞങ്ങളുടെ മദർ സുപ്പീരിയറാണ് ഊട്ടുശാലയുടെ ഇപ്പോൾ ഒരു നേതൃത്വത്തിലോട്ടൊക്കെ വന്ന് ഞങ്ങളെ സഹായിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ സിസ്റ്ററും വളരെയേറെ നന്നായിട്ടൊക്കെ സഹായിച്ചു പോകുന്നു. ഇപ്പോൾ ഇടവകയിലെ ഊട്ടുശാലയുടെ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞു, വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാമോ? ഇടവകയുടെ BCCയുടെ സജീവ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇടവകയിലെ BCCയുടെ ഒരു കോർഡിനേറ്ററാണ്. അതോടൊപ്പം തന്നെ ഇടവക മീഡിയ സെല്ലിൻ്റെ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇടവകയിലെ ശുശ്രൂഷ സമിതികളുടെ ഓടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഫൊറോണയിൽ ഞാൻ മനക്കുടം ഫൊറോണയുടെ BCC സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. BCC സെക്രട്ടറി എന്നൊരു സ്ഥാനം കൂടിയുണ്ട്. ഫൊറോണയിൽ ആകമാനമുള്ള 9 പള്ളികളിലെ എല്ലാ BCCകളോടും ചേർന്ന് BCCകളുടെ ഒരു ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപതയിലാകമാനം BCC പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരു ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം രൂപതയിൽ നടപ്പാക്കിയായിരുന്നു. അത് ഓരോ ഇടവകകളിലെയും BCCകൾ മറ്റുള്ള ഇടവകകളിൽ നിന്നുള്ള BCC ഭാരവാഹികളോ അംഗങ്ങളോ ഒക്കെ ഒരു സന്ദർശിച്ച് BCC പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതോടൊപ്പം തന്നെ BCCയുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കഷ്ടതകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ സന്ദർശിക്കുക, രോഗികളെയൊക്കെ സന്ദർശിക്കുക, അവർക്ക് വേണ്ട ആശ്വാസം നൽകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. വാസ്തവത്തിൽ BCC എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതെന്താണ് ഈ സംഭവം എന്നൊന്ന് പറയാമോ? BCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നാണ്
അതിൻ്റെ ചുരുക്കപ്പേരാണ് BCC എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ രൂപതകളിലും തന്നെ ഉണ്ട്. ചിലയിടത്ത് സ്നേഹ സമൂഹങ്ങൾ എന്നുള്ള പറയുന്നുണ്ട്, ചിലയിടത്ത് ഇടവക കൂട്ടായ്മകൾ എന്ന് പറയുന്നുണ്ട്. അത് നമ്മളുടെ രൂപതയിൽ BCC എന്നാണ് അത് അറിയപ്പെടുന്നത്. പൊതുവെ ലാറ്റിൻ കമ്മ്യൂണിറ്റിയിലെ BCC BCC എന്നാണ് ബേസിക് ക്രിസ്ത്യൻ ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റി. ക്രൈസ്തവരുടെ അതെ, കൂട്ടായ്മ. അങ്ങനെയാണ്. അപ്പോൾ പ്രവർത്തനങ്ങളുടെ കാര്യം പലതും പറഞ്ഞു. അതിൻ്റെയൊക്കെ ഹെഡിങ് മാത്രമേ കേട്ടുള്ളൂ. ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നില്ല ഇതെന്താ പ്രവർത്തനം എന്നുള്ളത്. ഒന്ന് വിശദീകരിക്കാമോ? ഈ ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആലപ്പുഴ രൂപതയിലാകമാനമായിട്ട് ഞങ്ങളുടെ BCC ഡയറക്ടർ ജോൺസൺ പുത്തൻവീട്ടിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നൊരു പ്രവർത്തനമാണ് ഹാർട്ട് ടു ഹാർട്ട്. അതായത് ഓരോ ഫൊറോനകളിലെയും അതാത് ഇടവകളിൽ നിന്ന് മറ്റു ഇടവകളിലോട്ടുള്ള സ്നേഹ സമൂഹങ്ങളിലോട്ട് BCCയിലോട്ട് ഭാരവാഹികൾ അല്ലെങ്കിൽ BCC പ്രവർത്തകർ സന്ദർശനം നടത്തുകയാണ്. ആ ഒരു സന്ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ BCCയിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കുകയും അവരുടെ BCCയിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കേട്ട് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതായത് BCCയുടെ മൊത്തം ഒരു ഉന്നമനമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഇതുകൂടാതെ തന്നെ തീരദേശ മേഖലകളിൽ നടക്കുന്ന ഒരു ജനജാഗരണം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൂടിയുണ്ടായിരുന്നു. ജനജാഗരണം എന്ന് പറഞ്ഞാൽ തീരദേശ മേഖലയിൽ ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. CRZ പരിധിയിൽപ്പെടുന്നവർക്ക് ഭവനം വയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തീരദേശ ഹൈവേ മൂലം റോഡ് വികസനം മൂലം ഭവനം നഷ്ടപ്പെടുന്ന ഒത്തിരി ഇവർക്കൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, ഇവരെ ഒന്ന് കേൾക്കുക, ഇവർക്ക് എങ്ങനെയെല്ലാം സർക്കാരിൽ നിന്ന് സഹായം ലഭ്യമാക്കാം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് ജനജാഗരണം എന്നുള്ള പ്രോഗ്രാമിലൂടെ അങ്ങനെ ഫൊറോനകളിലാകമാനം ഇങ്ങനെയുള്ള ജനജാഗരണം പ്രോഗ്രാമുമൊക്കെ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. രൂപതാതല പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? ഞാൻ രൂപത BCC കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ രൂപത മീഡിയ സെല്ലിൽ രൂപത മീഡിയയുടെ ഭാഗമായിട്ട് കൂടി പ്രവർത്തിക്കുന്നു. രൂപത മീഡിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ AMC ന്യൂസ് എന്ന് പറഞ്ഞൊരു മീഡിയ ചാനൽ ഇപ്പോൾ രൂപതയുടെ കീഴിൽ പ്രവർത്തനം സജീവ പ്രവർത്തനത്തോടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രൂപത പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് എല്ലാ ഇടവുകളിലോട്ടും എല്ലാ പ്രവർത്തനങ്ങളും എത്തിക്കുക, അതൊരു ന്യൂസ് പോലെ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി പോലെയൊക്കെ എല്ലാ ഇടവുകളിലെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആശയം മുൻനിർത്തി രൂപത മീഡിയയുടെ പ്രവർത്തനങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രൂപത കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്ന് പറഞ്ഞല്ലോ. BCC കേന്ദ്ര കമ്മിറ്റി ബഹുമാനപ്പെട്ട ജോൺസൺ പുത്തൻവീട്ടിൽ അച്ഛനാണ് ഞങ്ങളുടെ രൂപതയുടെ BCC ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു 18ഓളം അംഗങ്ങളുള്ളൊരു കേന്ദ്ര സമിതിയുണ്ട്. ആ കേന്ദ്ര സമിതിയാണ് എല്ലാ ഇടവകകളിലും BCCകൾ എന്തൊക്കെ BCCകളിലൂടെ പ്രവർത്തിക്കാം, എങ്ങനെയെല്ലാം BCCകളെ നവീകരിക്കാം, ക്രൈസ്തവ ശാക്തീകരണം, വിശ്വാസ തീഷ്ണത, അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവനങ്ങൾ, ഇതെല്ലാം നമുക്ക് എങ്ങനെയെല്ലാം പ്രവർത്തന നിരതമാക്കാം എന്ന് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വൈദികൻ്റെ കീഴിലാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. KRLCCയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് ജോൺസൺ അച്ഛൻ. അപ്പോൾ BCCയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലുള്ള ആശയങ്ങളുമായിട്ട് ജോൺസണത്തിൻ്റെ ആശയങ്ങളും ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ ഫൊറോണകളിലും ഒരു ഫൊറോന സംഗമം എന്നൊരു നല്ലൊരു പ്രോഗ്രാം നടത്തുവാനായിട്ട് സാധിച്ചു. അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഇടവുകളിലെയും BCC ഭാരവാഹികൾക്ക് ഒരു ഫൊറോന കേന്ദ്രീകരിച്ച് അവരുടെ അവർക്ക് ഉള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാം, ഇപ്പോൾ BCCകൾ കേന്ദ്രീകരിച്ച് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാം, സമൂഹത്തിൽ എങ്ങനെയെല്ലാം പ്രവർത്തിക്കാം, വിശ്വാസം എങ്ങനെയെല്ലാം തീക്ഷ്ണമായിട്ട് വിശ്വാസ ജീവിതത്തിലൂടെ മുന്നേറി സാമൂഹ്യ സേവനം, ഇതെല്ലാം ആശയമാക്കിയാണ് അങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയത്. അതോടൊപ്പം തന്നെ എല്ലാ ഇടവകകളിലും നമ്മൾക്ക് ശുശ്രൂഷ സമിതികൾ രൂപീകരിക്കുന്നതിലും വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുകയാണ്. അതായത് വിദ്യാഭ്യാസ സമിതി, സാമൂഹ്യ സുരക്ഷാ സമിതി, കുടുംബ ശുശ്രൂഷ സമിതി, അജപാലൻ സമിതി, അൽമായ സമിതി. ഇപ്പോൾ വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി ഒരു ഇടവകയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഇടവകയിലുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി, അപ്പോൾ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിനാണെങ്കിലും ഇവർക്ക് പുതിയ നൂതനമായ കോഴ്സുകളുടെ കാര്യങ്ങൾക്കാണെങ്കിലും ജനങ്ങളെ ബോധവൽക്കരിക്കുക, ഇവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അജപാലന ശുശ്രൂഷ സമിതിയുടെ പ്രവർത്തനങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇടവകയിൽ നടക്കുന്ന എല്ലാ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളും ഈ അജപാലന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുക എന്നൊരു ആശയമായിട്ട് മുന്നോട്ട് പോവുകയാണ്.
നമുക്ക് സഹോദരൻ പീറ്ററിൻ്റെ ഭാവനി അംഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. വളരെ സന്തോഷമുണ്ട് എൻ്റെ കുടുംബത്തെ എല്ലാവർക്കും പരിചയപ്പെടുത്താനായിട്ട്. ഇതെൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ പേര് ബ്രിജിറ്റ് എന്നാണ്. ഗീത എന്ന് വീട്ടിൽ വിളിക്കുമെങ്കിലും ബ്രിജിറ്റ് എന്നാണ് പേര്. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ വളരെയേറെ പ്രാർത്ഥനയോടെയും ഒക്കെ ഞങ്ങളുടെയൊക്കെ പിന്തുണയായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ അമ്മച്ചിയാണ്. അമ്മച്ചി പള്ളിയില്ലാത്തൊരു ജീവിതം അമ്മച്ചിക്കില്ലെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ദിവസവും പള്ളിയിൽ പോവുക, അതുപോലെ തന്നെ ലീജിയൻ ഓഫ് മേരിയുടെ സജീവ പ്രവർത്തക, മൂന്നാം സഭയുടെ സജീവ പ്രവർത്തക, സെൻറ്റ് ഫ്രാൻസിസ്കൻ സഭയുടെ സജീവ പ്രവർത്തകയായിട്ടൊക്കെ അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ട വിശ്വാസ വെളിച്ചം പകർന്നു തന്നത് ഞങ്ങളുടെ അമ്മച്ചിയാണ്. എൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം സജീവ പിന്തുണയുമായിട്ട് അമ്മച്ചി എന്നോടൊപ്പം ഉണ്ട്. ഇതെൻ്റെ മൂത്ത സഹോദരനാണ്. മൂത്ത സഹോദരൻ്റെ പേര് മൈക്കിൾ എന്നാണ്. മൈക്കിൾ കോളിൻസ്, ബിജു എന്ന് അറിയപ്പെടുന്നു. ചേട്ടനൊരു അധ്യാപകനാണ്. ദീർഘകാലം വിദേശത്തായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്. ഞാനും ചേട്ടനുമായിട്ട് ശരിക്കും ഒരു 6 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ജ്യേഷ്ഠനായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എൻ്റെ സഹോദരൻ എല്ലാ കാര്യങ്ങൾക്കും മാർഗനിർദ്ദേശം നൽകുകയും നല്ല നല്ല കാര്യങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എനിക്കൊരു പിന്തുണയായിട്ട് എപ്പോഴും എൻ്റെ സഹോദരൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ സീന, സൂസൻ. നമ്മളുടെയൊക്കെ പ്രവർത്തനത്തിന് എപ്പോഴും പറയുകയാണെങ്കിൽ ഈ കുടുംബവുമായിട്ടൊക്കെ ജീവിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് ഒരു ഭയങ്കരമാണ്. അപ്പോൾ സൂസൻ്റെ ഒരു പിന്തുണ എന്ന് പറയുമ്പോഴത്തേക്ക് ഒട്ടും നമുക്കത് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പിന്തുണയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളിലും സൂസൻ തന്നെയാണ് അതെല്ലാം മാനേജ് ചെയ്ത് നല്ല കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നത്. സൂസനൊരു അധ്യാപികയാണ്. കുറച്ച് നാൾ ഒരു സെൻറ്റ് ജോർജ് LPS അധ്യാപികയായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ വലുതായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സൂസൻ തന്നെ ആ ജോലി വേണ്ടെന്ന് വെച്ച് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നന്നായിട്ട് കുടുംബം കൊണ്ടുപോകാനായിട്ട് സൂസൻ എന്നോടൊപ്പം ഉണ്ട്. എനിക്ക് 2 മക്കളാണുള്ളത്. എൻ്റെ മൂത്തയാൾ ആൻമരിയ കോളിൻസ് എന്നാണ്. പുള്ളിക്കാരത്തി ഇപ്പോൾ 10ാം ക്ലാസ്സിലെ ഉന്നത വിജയം നേടി +1 അഡ്മിഷനായി. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഇപ്പോൾ +1 പഠിക്കുകയാണ്. സയൻസ് വിദ്യാർത്ഥിയായിട്ട് +1 പഠിക്കുകയാണ്. ആൻമരിയ ശരിക്കും ഒരു നല്ലൊരു കലാകാരി കൂടിയാണ്. നന്നായിട്ട് ചിത്രം വരയ്ക്കും എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ വരയ്ക്കും. അപ്പോൾ ആ ഒരു മേഖലയിലോട്ട് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ആയിട്ടൊക്കെ നിൽക്കുകയാണ് ആൻമരിയ. സ്കൂളുകളിലെ ചിത്ര പ്രദർശനങ്ങൾ, അതുപോലെ തന്നെയുള്ള മറ്റുള്ള ഗണിതശാസ്ത്രമേള, ഇതിലൊക്കെ പുരസ്കാരങ്ങളൊക്കെ നേടിയ ഒരു മിടുക്കിയായ കുട്ടിയാണ് ആൻമരിയ. എൻ്റെ 2ാമത്തെ മകളാണ് ക്രിസ്മരിയ കോളിൻസ്. ക്രിസ്മരിയ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ക്രിസ്മരിയയും ഒരു കലാകാരിയാണ്. ക്രിസ്മരിയ നന്നായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കും. സ്കൂളുകളിൽ കലാപ്രവർത്തനങ്ങളിലൊക്കെ സമ്മാനങ്ങളൊക്കെ നേടി ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ക്രിസ്മരിയ. അപ്പോൾ നല്ല 2 കുട്ടികളെയൊക്കെ എനിക്ക് ദൈവം തമ്പുരാൻ തന്നു. നന്നായിട്ട് വിശ്വാസ ജീവിതത്തിൽ വളരാനായിട്ട് അവർക്ക് തന്നെ അവർ പ്രാർത്ഥനയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അവർ തന്നെ മുൻകൈ എടുത്ത് പ്രാർത്ഥിക്കുക. മതബോധന പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് കുട്ടികൾ പങ്കെടുക്കുക. പള്ളിയിലെ ബൈബിൾ റീഡിങ്, ലേഖനം വായന, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിന്ന് വിശ്വാസ ജീവിതം കേന്ദ്രീകരിച്ച് നന്നായിട്ട് പോകുന്ന ഒരു സിസ്റ്ററിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മച്ചിയുടെ അനിയത്തി ഒരു സിസ്റ്ററാണ്. വിസിറ്റേഷൻ ജനറൽ കോൺഗ്രേഷൻ്റെ സിസ്റ്ററാണ്. അമ്മച്ചിയുടെ അനിയത്തി എപ്പോഴും ഞങ്ങളുടെ ആ ഒരു വിശ്വാസ ജീവിതത്തിനും അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ മതബോധന പ്രവർത്തനങ്ങൾ പള്ളിയുമായിട്ട് ചേർന്ന് പോകേണ്ടതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും വിളിച്ച് ഉപദേശം തരികയും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു സിസ്റ്റർ മാർഗരറ്റ് മൈക്കിൾ ആണ് അമ്മച്ചിയുടെ കുടുംബം. ഇടവകയിലും രൂപതയിലും ഫൊറോനയിലൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു കലാകാരനാണെന്ന് മനസ്സിലായി. ഈ കലാപ്രവർത്തനങ്ങളെക്കുറിച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? കലാപ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ
ഞാൻ ചെറുപ്പം മുതലേ നന്നായിട്ട് വരക്കുമായിരുന്നു. നന്നായിട്ടെന്ന് ഞാൻ പറയുന്നതല്ല, ഞാൻ വരക്കുന്നത് കണ്ട് എൻ്റെ ചേട്ടനും അമ്മച്ചി അപ്പച്ചനൊക്കെ പറയുമായിരുന്നു, നന്നായിട്ട് വരക്കുന്നുണ്ട്, നന്നായിട്ട് വരക്കുന്നുണ്ട്. ഇപ്പം ഒരു വരയ്ക്കാനായിട്ടുള്ളൊരു പഠനത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിലും സ്കൂളുകളിൽ നടക്കുന്ന പെയിൻറ്റിങ് ഡ്രോയിങ് മത്സരങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനം നേടുമായിരുന്നു. അതുപോലെ തന്നെ സംഗീതപരമായിട്ടുള്ള പാടാനുള്ളൊരു കഴിവുണ്ട് ആയിട്ടും അങ്ങനെയുള്ള മത്സരങ്ങളിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ നേടി. പ്രത്യേകിച്ച് കാറ്റക്കിസം, ഞങ്ങളുടെ കാറ്റക്കിസം വചനാഞ്ജലി എന്നാണ് അറിയപ്പെടുന്നത്. ആ കാറ്റക്കിസത്തിൽ പഠിച്ചിട്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട് ചിത്രങ്ങൾ വരയ്ക്കുകയും കാറ്റക്കിസവുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്ററുകളൊക്കെ ഡിസൈൻ ചെയ്യുകയും കാറ്റക്കിസത്തിൻ്റെ ആനിവേഴ്സറിക്ക് ചിത്രപ്രദർശനങ്ങൾ, വരച്ച ചിത്രങ്ങൾ പ്രദർശനം നടത്തുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കാറ്റക്കിസത്തിൽ കോയർ ടീം ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ആ കോയർ ടീമിലും അംഗമായിരുന്നു. പള്ളിയിലെ കോയർ ടീമുകളിലും ആദ്യകാല കോയർ ടീമുകളിലൊക്കെ അംഗമായിരുന്നു. പിന്നെ കുറച്ചധികം നാൾ ഡ്രംസ് പഠിച്ചിരുന്നത് കാരണം ഇവിടെ നല്ലൊരു കോയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഡ്രംസ് വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൂടാതെയുള്ള പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ അല്പം വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കലാമേഖലകൾ നമ്മൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ പഠിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആഡ് ഏജൻസി ഇപ്പോൾ സ്വന്തമായിട്ട് ഞാൻ ഫ്രീലാൻസായിട്ട് ചെയ്യുന്നുണ്ട്. ക്യൂബിൻ ദ ക്രിയേറ്റീവ് ക്രൂ എന്ന പേരിൽ വീഡിയോ ആഡും ഷോർട്ട് ഫിലിമുകൾ, പ്രിൻ്റ് ആഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പത്രങ്ങളിൽ വരുന്ന പരസ്യങ്ങൾ, ജ്വല്ലറിയുടെ പരസ്യങ്ങൾ, ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള ഓർമ്മയിലെ ആ ക്രിസ്മസ് എന്നൊരു ഷോർട്ട് ഫിലിം സ്ക്രിപ്റ്റ് എഴുതി അഭിനയിച്ച് സംവിധാനം ചെയ്തൊരു ഷോർട്ട് ഫിലിം കൂടി ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെയുള്ള കലാപ്രവർത്തനങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ മാധ്യമരംഗത്ത് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്, ഫ്രീലാൻസായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പ്രമുഖ ചാനലിന് വേണ്ടി ഒരു ഡോക്യുമെൻ്ററി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡോക്യുമെൻ്ററി ഒരു പ്രമുഖ ചാനലിന് വേണ്ടി അതിൻ്റെ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് തന്നെ. പിന്നെ അതുകൂടാതെ പെയിൻറ്റിങ് ആൻഡ് ഡ്രോയിങ്ങിൽ നല്ലൊരു കഴിവുണ്ടായിരുന്നത് കാരണം സ്വന്തമായിട്ട് തന്നെ ദൈവാനുഗ്രഹത്താൽ, അത് എപ്പോഴും നമ്മൾ പറയുന്നത് കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടായിരുന്ന കാരണം എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾക്ക് ഒരു ദൈവികമായ ഒരു ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനം പോലെയാണ് ഈ കഴിവുകളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പെയിൻറ്റിങ്, ഓയിൽ പെയിൻറ്റിങ്ങുകളൊക്കെ, ക്യാൻവാസ് ആർട്ട് സ്വന്തമായിട്ട് തന്നെ പഠിച്ച് ക്യാൻവാസ് പെയിൻറ്റിങ് കുറേയേറെ പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്ത് എറണാകുളം ദർബാർ ഹാളിൽ ഏകദേശം ഒരു 2014-15 കാലഘട്ടങ്ങളിൽ 4-5 കലാകാരന്മാരോട് ചേർന്നുള്ളൊരു ചിത്ര പ്രദർശനം നടത്തുവാനായിട്ടുള്ളൊരു അവസരം തമ്പുരാൻ അനുഗ്രഹിച്ച് നൽകി. അത് എന്നോടൊപ്പം പ്രവർത്തിച്ചവരെല്ലാവരും രവിവർമ്മ കോളേജിൽ നിന്ന് ഡിപ്ലോമയും ഡിഗ്രിയൊക്കെ ചെയ്ത ആൾക്കാരുടെ ഒപ്പമാണ്, ഒന്നും പഠിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കലാകാരനായി വരച്ച് എനിക്ക് അങ്ങനെ ഒരു പ്രദർശനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അപ്പോൾ വാസ്തവത്തിൽ ജന്മന തന്നെ കിട്ടുന്ന ചില കൃപാവരങ്ങളുണ്ട്. അതുപോലെ സന്നിവേശിത വരപ്രസാദം എന്നാണ് പറയുന്നത്. ഇൻഫ്യൂസ്ഡ് കാരിസം ആ വ്യക്തിയിൽ അന്ന് മാമോദിസായിലൂടെ തന്നെ കിട്ടിയതാണ്. അത് ഓരോ പ്രായത്തിലും തെളിഞ്ഞു വന്നു സഹോദരനിലെ. പലർക്കും ഇത് കിട്ടുപോകാറുണ്ട്, കാരണം അതിനുള്ള അവസരം കിട്ടാതെ. പക്ഷേ ഇദ്ദേഹത്തിന് സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും ഈ കാര്യങ്ങളിലൊക്കെയും വളരാനുള്ളൊരു അവസരം കർത്താവ് തന്നു. ഇങ്ങനെ ഒരു കലാകാരനെ കാണാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. മാത്രമല്ല പള്ളിയോടും രൂപതയോടും ഇടവകയോടും ഒക്കെയുള്ള സഭയുടെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ സാധിച്ചൊരു സഹോദരനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഈ സഹോദരനിലെ ജന്മനാൾ മുതൽ അങ്ങ് നൽകിയിരിക്കുന്ന ആ സന്നിവേശിത വരപ്രസാദം കെട്ടുപോകാതെ എന്നും കാത്തുകൊള്ളണമേ. ഇത് കൂടുതൽ വളർന്ന് അനേകർക്ക് ഉപകാരപ്രദമാകണമേ. ശ്രവിക്കുന്ന മനുഷ്യരിലെ ആരെല്ലാം ഈ എപ്പിസോഡ് കാണുന്നുവോ അവർക്കൊക്കെയും എന്നിലെന്താണ് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി, പ്രത്യേകിച്ച് മാമോദിസയിലൂടെ ലഭിക്കുന്ന അതിശക്തമായ വരപ്രസാദങ്ങളുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുവാനും അതിനുള്ള ദാഹം ഉണ്ടാകുവാനും ഇടയാകുമാറ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കോണൂരിലെ മദർ സുപ്പീരിയറാണ് സിസ്റ്റർ റീത്തമ്മ പേച്ചുരുത്തേൽ. റീത്തമ്മ സിസ്റ്റർ ഒരു റിട്ടയർഡ് അധ്യാപിക കൂടിയാണ്. രൂപത പ്രവർത്തനങ്ങളിലും ഫൊറോണ പ്രവർത്തനങ്ങളിലും ഇടവക പ്രവർത്തനങ്ങളിലും ഞങ്ങൾക്ക് എപ്പോഴും ഒരു ശക്തമായ പിന്തുണയായി ഞങ്ങളോടൊപ്പം എപ്പോഴുമുള്ള സിസ്റ്റർ റീത്തമ്മ പേച്ചുരുത്തേൽ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. കോളിൻസ് ഞങ്ങളുടെ ഇടവക
കുടുംബത്തിലെ വളരെ സമർത്ഥനായ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. സഭയോട് വളരെയേറെ കൂറ് പുലർത്തിക്കൊണ്ട് ഈ ക്രൈസ്തവ കൂട്ടായ്മയെ സ്വന്തം കുടുംബമായിട്ട് കണ്ടുകൊണ്ട് അതിൻ്റെ വിവിധ തലങ്ങളിലൂടെ മീഡിയ പ്രവർത്തനം, ആധ്യാത്മികമായ നവീകരണം, അവയർനെസ്, അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ഇടവക സംഘടിപ്പിക്കുമ്പോൾ അതിലെല്ലാം കൂടി കടന്നു വന്ന് എപ്പോഴും സംലഭ്യത നൽകുന്ന ഒരു സഹോദരനാണ്. എല്ലാ സമയത്തും അവിടെ ഒരു ഊട്ടുശാലയിൽ പലപ്പോഴും ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് വേണ്ടിയിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളുണ്ട്. അതാരും അറിയാതെ വന്ന് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് സഹോദരന്മാരുണ്ട്. അതിൽ ഒരു വ്യക്തിയാണ് കോളിൻസും. അതുപോലെ ഇടവകയുടെ ഏതൊരു പ്രവർത്തനങ്ങളും സമൂഹത്തിന് മുൻപിലേക്ക് കൊടുക്കുന്നതിന്, അറിയിക്കുന്നതിന് മീഡിയ പ്രവർത്തനം യാതൊരുവിധ പ്രതിഫലം ഒന്നും കൂടാതെ കണ്ട് ചെയ്തുകൊണ്ട് അത് സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനും വളരെയേറെ പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് കോളിൻസ്. ഇടവകയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷ, സാമൂഹ്യ ശുശ്രൂഷ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആധ്യാത്മികമായ മറ്റ് പല പ്രവർത്തനങ്ങളും ഉണ്ട്. ധ്യാനം, പ്രാർത്ഥന, ദിവ്യബലി, ആരാധന ഒക്കെയുണ്ട്. ഇതിലൊക്കെ പുള്ളിയുടെ പങ്ക് ഉറപ്പാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ നാളുകളിൽ എടുത്തു പറയാൻ പറ്റിയൊരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഞങ്ങളുടെ ഇടവകയിൽ ഈ കൊറോണയ്ക്ക് ശേഷം യുവതീ യുവാക്കന്മാരെ ഒന്ന് സംഘടിപ്പിക്കുവാനായിട്ട് എല്ലാവരും ആഗ്രഹിച്ചു. രൂപത, വൈദികർ, മാതാപിതാക്കൾ, ഞങ്ങൾ സിസ്റ്റേഴ്സ്, വികാരിയച്ഛന്മാരൊക്കെ. പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അവരെ ഒന്ന് സംഘടിപ്പിക്കുവാനായിട്ട്. അപ്പം ഞങ്ങളൊരു നിർദ്ദേശം വെച്ചു. രാത്രിയാണ് യുവതീ യുവാക്കന്മാരെ കിട്ടുകയുള്ളൂ. അവർ ജോലിക്കാരാണ്, പലയിടങ്ങളിൽ പോകുന്നവരാണ്. അപ്പം അവരുടെ സമയവും സാഹചര്യവും കണ്ടെത്തി അവരുടെ വീടുകളിലേക്ക് പോയി അവരെ നേരിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ കോളിൻസിൻ്റെ തിരക്കിട്ട ജീവിതത്തിൽ കോളിൻസ് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകും എന്നൊരു വാക്ക് തന്നു. കോളിൻസാണ് ഞങ്ങളെ നയിച്ചത്. ഓരോ വീടുകളും കയറി ഇറങ്ങി ഒരു 7 മണി സമയം, 7 മണി, 8:30, 9 വരെയും യുവതീ യുവാക്കന്മാരുടെ വീടുകളിലേക്കൊക്കെ പോകുമ്പോഴും അവരെ ഒന്ന് സംഘടിപ്പിച്ച് പ്രാദേശികമായ യൂണിറ്റുകൾ കൂട്ടി അവിടെ അവരോട് സംസാരിക്കുന്നതിലൊക്കെ വളരെ പ്രഗത്ഭനായൊരു വ്യക്തിയായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ ഈ രൂപതയിൽ വളരെ അറിയപ്പെടുന്ന ഒരു യുവജന സംഘം രൂപീകരിക്കുന്നതിനും അവരുടെ ഇടയിലെ ചില പ്രവർത്തനങ്ങൾ സെറ്റ് ചെയ്യുന്നതിനും അത് നയിക്കുന്നതിനുമൊക്കെ എപ്പോഴും കൂടെയുള്ള ഒരു വ്യക്തിയാണ് കോളിൻസ്. പ്രിയമുള്ളവരെ, ഇത്രയും സമയം നമ്മൾ പീറ്ററിൻ്റെ ജീവിതത്തിലെ 8ാം ക്ലാസ് മുതൽ ക്രിസ്ത്യൻ ധ്യാനത്തിലൂടെ കർത്താവ് കടന്നു വന്നതും പിന്നീട് വിവിധ രീതിയിൽ വിവിധ കാര്യസംസ് അതിൽ പ്രവർത്തിച്ചതും ഒക്കെ നമ്മൾ കണ്ടു. യഥാർത്ഥം പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പരിമളമായി തീരുന്ന ഒരു അൽമയനെ നമ്മൾ കണ്ടെത്തി. ഈ സഹോദരനെ കണ്ടെത്താൻ സാധിച്ചതിലും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം പ്രചോദനമാകട്ടെ. ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകൾ സമൂഹത്തിൻ്റെ നന്മയ്ക്കും സഭയുടെ നന്മയ്ക്കും വേണ്ടി എപ്രകാരം ഉപയോഗിക്കാമെന്നുള്ളത് ഒരു പ്രേരകമായി തീരുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹത്തെ കിട്ടിയതിൽ കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം അടുത്ത ആഴ്ചയിൽ മറ്റൊരു വ്യക്തിയുമായി മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ നമുക്ക് കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.